ലോകം കാത്തിരിക്കുന്ന പോരാട്ടത്തിന് ഇനി ഒരു ദിവസം കൂടി. കൊളംബിയയെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ വരുന്നത്. ഉറുഗ്വയെ തോൽപ്പിച്ച കരുത്തിൽ അർജന്റീനയും. മെസ്സിയും നെയ്മറുമില്ലാതെ ഏറെക്കാലത്തിന് ശേഷമാണ് അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടുന്നത്. റാഫീഞ്ഞയും വിനിയും തകർപ്പൻ ഫോമിലായതുകൊണ്ട് ബ്രസീലിന്റെ അറ്റാക്കിനെ അർജന്റീനയുടെ പ്രതിരോധവും സ്കലോണിയുടെ തന്ത്രങ്ങളും എങ്ങനെ തടയുമെന്ന് നോക്കാം. റൊമേറോയും ഓട്ടോമെന്റിയും അണിനിരക്കുന്ന ഡിഫൻസ് ഏറെ ശക്തമാണ്. വെറും 7 ഗോൾ മാത്രമാണ് ക്വാളിഫയേഴ്സിൽ അവർ ഇതുവരെ വഴങ്ങിയത്. ലൗട്ടാറോ മാർട്ടിനസിന്റെ അഭാവത്തിൽ അൽവാരസും മികച്ച ഫോമിലാണ്. അർജന്റീനയുടെ മധ്യനിരയിലേക്ക് ഡീപോൾ മടങ്ങിയെത്തിയേക്കും. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറെ മാറ്റങ്ങൾ ആദ്യ 11-ൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പരിക്കേറ്റ അലിസണ് പകരം ബെൻഡോ ആയിരിക്കും ബ്രസീലിന്റെ വല കാക്കുന്നത്. ക്വാളിഫയേഴ്സ് ടേബിളിൽ 21 പോയിന്റാണ് ബ്രസീലിന്. അർജന്റീനയ്ക്കെതിരെ ജയിച്ചാൽ ഇക്വഡോറിനെ മറികടന്ന് അവർ 2ാം സ്ഥാനത്ത് വരും. ഒരു വിജയമോ സമനിലയോ നേടിയാൽ അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടും.